എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ദിസ് ഇസ് മൈ ലൈഫ് സ്റ്റോറി പാർട്ട് 2. ഫസ്റ്റ് ഞാൻ കഴിവില്ലായ്മയുടെ കാര്യമാണ് പറഞ്ഞത്. ആൻഡ് ഹിയർ ഐ എം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് ഹൗ ഐ അക്വയർ ദാറ്റ്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ 10th വിജയമാണ്. എനിക്ക് ഫുൾ എവറിനോട് കൂടിയാണ് വിജയിച്ചത്. അതിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ 10th ബാച്ചിൽ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് IELTS ആണ്. ലൈക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിന് ഞാൻ പൊട്ടിയതാണ്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലൈക്ക് ഐ വാസ് മേക്കിംഗ് സോ മെനി മിസ്റ്റേക്സ്. And the person who gives me confidence to speak in English is Partha Perumal. I have to mention her name. She is this motivational speaker and a psychologist. Because of that, maybe she know how to improvise my language and confidence. But so I'm speaking English because of her. First attempt ഞാൻ പോയെങ്കിലും second attempt ഞാൻ എനിക്ക് മാക്സിമം എഫേർട്ട് ഇട്ടു. എനിക്ക് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് IELTS 15,000 ആണ്. അത് നമുക്ക് അന്നേരത്തെ വലിയൊരു പൈസയായിരുന്നു. സോ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് ഈ പൈസ കളയാനായിട്ടൊരു താല്പര്യവും ഇല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല എനിക്ക് വേണമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പൈസ ഇങ്ങനെ കൊണ്ടേ കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് വേണം എന്ന് കരുതി ഡിറ്റർമൈൻ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ എഫേർട്ട് ഇട്ടിട്ടാണ് സെക്കൻഡിൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ IELTS എക്സാമിന് പോയത്. ആൻഡ് തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് എഴുതിയ ഒരു എക്സാമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാറ്റിക്കൽ കോഴ്സ് ഉണ്ടായിരുന്നു, കോഡിങ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ചെയ്തു. പക്ഷേ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഈ സാധനം പഠിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് കോഡിങ് Ctrl+Enter എന്ന് പറയുന്ന സംഭവം അടിക്കാനല്ലാണ്ട് ഇതിൻ്റെ ബേസിക്സ് ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടൊന്നും എനിക്ക് ആദ്യം കഴിഞ്ഞില്ലായിരുന്നു. ബട്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ജൂനിയേഴ്സിൻ്റെ കൂടെ ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചു. ക്ലാസ്സിൽ പോയിരുന്നപ്പോൾ ഞാൻ പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിച്ചു, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 90% മാർക്കോടെയാണ് ഞാൻ പാസ്സായത് സെക്കൻഡ് അറ്റംപ്റ്റിൽ. സോ അതാണ് ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ സാധിച്ചിട്ടുണ്ട് എന്ന്. പോലെയുള്ള ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പലരുടെയും വിചാരമാണ് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് കഴിയില്ല. നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് അത് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് അത് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.